എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇതുവരെ കേരള PSCയിൽ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 10th പ്രിലിംസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ഓക്കെ, 50 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പാർട്ട് 2 അടുത്തത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഇടുന്നതാണ്. അപ്പം ഇനിയൊരു എക്സാം നമുക്ക് അടുത്ത മാസമാണ് എക്സാം വരുന്നത്. അപ്പോൾ അതിനുള്ളിൽ മാക്സിമം ടോപ്പിക്സും ഇതുപോലെ PYQs ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനോട് പോവാം. പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? എന്താണ് പിൻ തീയതി വെച്ച ചെക്ക്? അപ്പം ഇതിൽ ഓപ്ഷൻസ് ക്വിറ്റ് ഇന്ത്യ സമരം, നിയമലംഘന പ്രസ്ഥാനം, ക്രിപ്സ് മിഷൻ, ക്യാബിനറ്റ് മിഷൻ. അപ്പോൾ ഏതാ ഉത്തരം? ഉത്തരം ക്രിപ്സ് മിഷൻ ആണ്. ഇതിൽ കൂടുതലൊന്നും ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല. എല്ലാത്തിൻ്റെയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസിനോട് കൂടുതൽ നമുക്ക് നോക്കാം. എങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്രിപ്സ് മിഷൻ. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഏതൊക്കെ വർഷത്തിലാണ് ഈ ഓരോന്നും നടന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തത് ക്വിറ്റ് ഇന്ത്യ സമരം. ഏതാണ് വർഷം? 1942 ഏത് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. നിയമലംഘന പ്രസ്ഥാനം 1930. ഏതാണ് വർഷം? 1930. ക്യാബിനറ്റ് മിഷൻ ഏതാണ് വർഷം? 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത്. ക്രിപ്സ് മിഷൻ 1942 ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന സങ്കല്പം ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്താണ്? എവിടെ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ പഞ്ചവത്സര പദ്ധതികൾ? എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതികൾ കടമെടുത്തത്. എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതികൾ കടമെടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ സംവിധാനം ഉറപ്പാക്കാനായി ഭരണഘടന നൽകിയിരിക്കുന്ന വ്യവസ്ഥകളിൽ പെടാത്തത് ഏതൊക്കെ? ഒന്നാമത്തത്, ജഡ്ജിമാരെ നിയമിക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം, അല്ലേ? അപ്പം ജഡ്ജിമാരെ ശരിയാണ്. എന്താണ് നമ്മൾ ജഡ്ജിമാരെ നിയമിക്കുന്നത്? അവരുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അല്ലാതെ ആരുടെയോ റെക്കമെൻഡേഷനിൽ, പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ റെക്കമെൻഡേഷനിലോ അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് അങ്ങനെയൊന്നും ആവാൻ പാടില്ല. എന്തായിരിക്കണം? നമ്മൾ യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ജഡ്ജിമാരെ നിയമിക്കുന്നത്. ജഡ്ജിമാർക്ക് മതിയായ പ്രതിഫലം നൽകണം, അതും ശരിയാണ്. അവർക്ക് മതിയായ പ്രതിഫലവും ആനുകൂല്യവും ആർക്ക് കൊടുക്കണം? നമ്മൾ ജഡ്ജിമാർക്ക് കൊടുക്കണം. അവർക്ക് അഴിമതിയിലേക്ക് പോകാനുള്ളൊരു മനസ്സുണ്ടാകാൻ പാടില്ല. അടുത്തത്, പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങൾക്ക് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആരാണ് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത്? ഈ കൊളീജിയം എന്ന് പറയുന്ന ഒരു സമിതി, അതൊരു സമിതിയാണ് കൊളീജിയം. ഓക്കെ, കൊളീജിയം. ഈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ ജഡ്ജിമാരെ നിയമിക്കാനും അതുപോലെ തന്നെ അവരെ പിരിച്ചുവിടാനും ഉള്ളൊരു സമിതിയാണ് ഈ ഒരു കൊളീജിയം എന്ന് പറയുന്നത്. അപ്പം അവരാണ് എന്ത് ചെയ്യുന്നത്? ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഇത് തെറ്റാണ്. ജഡ്ജിമാരുടെ കാലാവധിക്ക് ഉറപ്പ് നൽകുക. ഓക്കെ, എത്ര വർഷം അവർക്ക് ഈ ഒരു ജോലി എത്ര വർഷത്തേക്കാണ് അല്ലെങ്കിൽ എത്ര ഏജ് വരെ ഈ ഒരു ജോലി അവർക്ക് ചെയ്യാം എന്നുള്ളതിനൊക്കെ ഒരു കാലാവധി അവർക്ക് ഉണ്ടായിരിക്കണം, അതും ശരിയാണ്. അപ്പോൾ പെടാത്തത് ഏതാണ്? 3 മാത്രമാണ്. അപ്പം ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചേരുംപടി ചേർക്കുക. 91 ഭരണഘടനാ ഭേദഗതി. എന്താണ് 91 ഭരണഘടനാ ഭേദഗതി പറയുന്നത്? ഓക്കെ, 91 ഭരണഘടനാ ഭേദഗതി പറയുന്നത് മന്ത്രിമാരുടെ എണ്ണം ലോകസഭാംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല. എന്താണ്? മന്ത്രിമാരുടെ എണ്ണം ലോകസഭാംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്നുള്ളതാണ് 91 ഭരണഘടനാ ഭേദഗതി. അപ്പോൾ എന്താ പറയുന്നത്? നമ്മൾ കേന്ദ്രത്തിലെടുക്കുകയാണെങ്കിലും സംസ്ഥാനത്തിലെടുക്കുകയാണെങ്കിലും എങ്ങനെയാണ്? കേന്ദ്രത്തിലെടുക്കുകയാണെങ്കിൽ കേന്ദ്രത്തിലെ പ്രധാനമന്ത്രി അടക്കം ഉള്ള ബാക്കി മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് ലോക്സഭയിലെ ആകെ മന്ത്രിമാരുടെ എണ്ണത്തിൻ്റെ 15% കൂടാൻ പാടില്ല. ഇനി സംസ്ഥാനം എടുക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും ബാക്കി മന്ത്രിമാരും ഉൾപ്പെടെയുള്ള എണ്ണം എന്ന് പറയുന്നത് നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല. ഇത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 91 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇനി 74 ഭരണഘടനാ ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു?
നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ഭരണഘടനാവൽക്കരിച്ചു. ഏതാണ്? നമ്മുടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ എന്ത് ചെയ്തു? ഭരണഘടനാവൽക്കരിച്ചു. അതാണ് 74-ാം ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നത്. ഇനി 86-ാം ഭരണഘടനാ ഭേദഗതിയിൽ എന്താണ്? വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി എന്നതാണ് 86-ാം ഭരണഘടനാ ഭേദഗതി. എന്താണ്? വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി. ഇനി 42-ാം ഭരണഘടനാ ഭേദഗതി ലോക്സഭയുടെ കാലാവധി 6 വർഷമാക്കുന്നു. ഓക്കെ, അപ്പം ലോക്സഭയുടെ കാലാവധി 6 വർഷമാക്കി എന്നുള്ളതാണ് 42-ാം ഭരണഘടനാ ഭേദഗതി. ശരിക്കും എത്ര വർഷമാണ് ലോക്സഭയുടെ കാലാവധി? 5 വർഷമാണല്ലേ. അപ്പം 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അത് വീണ്ടും എന്താക്കി? 5 വർഷമാക്കി. എന്ത്? ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഉത്തരം എങ്ങനെയാണ് വരുന്നത്? A3 വരുന്നത് അല്ലേ. A3 വരുന്നത് ഇത് വരുന്നുണ്ട്. ബി എന്താണ്? B1 വരുന്നത് അല്ലേ. A3 B1. അപ്പോൾ ഉത്തരം എന്താണ്? ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? KM പണിക്കർ, പോറ്റി ശ്രീരാമലു, ഓക്കെ, BR അംബേദ്കർ, SN ഭട്നഗർ. ആരാണ്? KM പണിക്കറാണ്. അപ്പം ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ് അത് വന്നത്? 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വന്നത്. അപ്പോൾ ഇതിൽ 3 പേരാണുള്ളത്. ആരൊക്കെയാണ്? ഫസൽ അലി. ആരാണ്? ഫസൽ അലി. അപ്പം അധ്യക്ഷൻ ആരായിരുന്നു? ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. പിന്നെ HN കുൻസ്രു. HN കുൻസ്രു. ഇത്രയും പേരാണ്. ഈ 3 പേരാണ് KM പണിക്കർ, ഫസൽ അലി, HN കുൻസ്രു. ഈ 3 പേരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ. ഫസൽ അലിയാണ് അതിൻ്റെ അധ്യക്ഷൻ. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏവ? ഏതൊക്കെയാണ്? ജനാധിപത്യം ആണല്ലോ, മതേതരത്വം അതിലുള്ളതാണ്, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ് അതിലുള്ളതാണ്. അപ്പം എന്താണ് ഉത്തരം? ഈ മേൽ പറഞ്ഞതെല്ലാം എന്താണ്? അടിസ്ഥാന പ്രമാണങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഉത്തരം. ഏതാണ്? ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, മൗലികാവകാശ സംരക്ഷണത്തിനായി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഏതാണ്? ആർട്ടിക്കിൾ 226, അനുച്ഛേദം 226 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം ഇത് ഏതായിരുന്നു? ഹൈക്കോടതി. സുപ്രീം കോടതി ആണെങ്കിലോ? ഓക്കെ, സുപ്രീം കോടതി SC എന്ന് ഞാൻ എഴുതുന്നുണ്ട്. സുപ്രീം കോടതി ആണെങ്കിൽ ആർട്ടിക്കിൾ 32 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം ഹൈക്കോടതിക്ക് എന്തിനെതിരെ റിട്ട് പുറപ്പെടുവിക്കാം? ഓക്കെ, മൗലികാവകാശങ്ങൾക്ക് എതിരെ. എന്താണ്? അവർക്കെങ്കിലും മൗലികാവകാശങ്ങൾക്ക് ആണ് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുന്നത്. ഓക്കെ, അതുകൂടാതെ നിയമപരമായ അവകാശങ്ങളുടെ സംരക്ഷണത്തിനും മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിനും നിയമപരമായ അവകാശങ്ങളുടെ സംരക്ഷണത്തിനും ആർക്ക്? നമ്മുടെ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റും. പക്ഷേ സുപ്രീം കോടതിക്കോ? സുപ്രീം കോടതിക്ക് മൗലികാവകാശങ്ങൾക്ക് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുകയുള്ളൂ. അതും കൂടി ആലോചിച്ച് വെക്കുക. ഹൈക്കോടതിക്ക് എന്തൊക്കെയാണ്? നിയമപരമായ അവകാശങ്ങൾക്കും മൗലികാവകാശങ്ങൾക്കും റിട്ട് പുറപ്പെടുവിക്കാം. സുപ്രീം കോടതിക്ക് മൗലികാവകാശങ്ങൾക്ക് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദം ഏതായിരിക്കും? ആർട്ടിക്കിൾ 32 ആണ് ഉത്തരം അല്ലേ. ഭരണഘടനാപരമായുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഇത് ഉറപ്പ് നൽകുന്നുണ്ട്. ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെയാണ് ഈ ആർട്ടിക്കിൾ 32 ഉറപ്പ് നൽകുന്നത്. അപ്പം ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളേവ? കൺകറന്റ് ലിസ്റ്റ് എന്നാൽ എന്താണ്? നമ്മുടെ കേന്ദ്രത്തിനും ഗവൺമെന്റിനും നിയമം നിർമ്മിക്കാനുള്ള അനുവാദമുണ്ട്. ഇനി സംസ്ഥാന ലിസ്റ്റ് വെച്ചാൽ സംസ്ഥാനങ്ങൾക്ക് മാത്രം, യൂണിയൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ കേന്ദ്രത്തിന് മാത്രം. അപ്പോൾ ഇതിൽ കൺകറന്റ് ലിസ്റ്റ് ഏതൊക്കെയാണ് വരുന്നത്?
ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം എന്താണ്? കൺകറന്റ് ലിസ്റ്റാണ്. അതുപോലെ തന്നെ വനം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റാണ്. ഇതിൽ ജയിൽ എന്താണ്? ജയിൽ സംസ്ഥാനത്തിന് ആണ് വരുന്നത്. സംസ്ഥാന ലിസ്റ്റ്. സംസ്ഥാനം. ഓക്കെ. ബാങ്കിങ് ആണെങ്കിലോ യൂണിയൻ. ഏതാണ്? യൂണിയൻ ആണ് ബാങ്കിങ്. യൂണിയൻ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഈ ലിസ്റ്റുകളെ ഏത് ഷെഡ്യൂളിലാണ് ലിസ്റ്റുകളെ പറ്റി പറഞ്ഞിട്ടുള്ളത്? 7ാം ഷെഡ്യൂളിലാണ് ലിസ്റ്റുകളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം അതുകൂടാതെ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 5 കാര്യങ്ങൾ നമ്മളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് എങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. അതിൽ 1 വിദ്യാഭ്യാസമാണ്, 2 വനമാണ്. ബാക്കിയെല്ലാം കൂടി ഞാൻ പറയാം. വന്യമൃഗങ്ങളും പക്ഷികളുടെയും സംരക്ഷണമാണ് അടുത്തത്. അളവുകളും തൂക്കങ്ങളും, പിന്നെ നീതി ന്യായം. ഈ 5 എണ്ണമാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്ന് സ്വീകരിച്ചതാണ്? ഓക്കെ, ഏതെന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. സമത്വം മാത്രമല്ല, സ്വാതന്ത്ര്യം. ഏതാണ്? ഓക്കെ, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഏതാണ്? സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഇത് 3 എവിടെ നിന്ന് സ്വീകരിച്ചതാണ്? നമ്മൾ ഫ്രാൻസിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത്. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? മതേതര രാഷ്ട്രം, പരമാധികാര രാഷ്ട്രം, ജനാധിപത്യ രാഷ്ട്രം, ക്ഷേമരാഷ്ട്രം. എന്താണ് ഉത്തരം? ക്ഷേമരാഷ്ട്രമാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഈ നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, അത് ഏത് ഭാഗത്താണ് വരുന്നതെന്ന് അറിയോ? ഏത് ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ വരുന്നത്? ഭാഗം 4ലാണ് നിർദ്ദേശക തത്വങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി അനുച്ഛേദം ഏത് മുതൽ? 36 മുതൽ 51 വരെ ഏതിലാണ് വരുന്നത്? ഈ നിർദ്ദേശക തത്വങ്ങളിലാണ് എന്ത് വരുന്നത്? അനുച്ഛേദം 36 മുതൽ 51 വരെ. അടുത്ത ക്വസ്റ്റ്യൻ. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഏതാണ്? അതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന്. ഓക്കെ, അല്ലെങ്കിൽ നീതി ന്യായ പുനഃപരിശോധന. ജുഡീഷ്യൽ റിവ്യൂ ആണ് എന്ത്? പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചുള്ളതാണോ എന്ന് പരിശോധിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനുള്ള അധികാരം ആർക്കൊക്കെയാണ്? സുപ്രീം കോടതിനും ഹൈക്കോടതിനും മാത്രമായിരിക്കും ഇതിനുള്ള അധികാരം ഉണ്ടാകുക. അടുത്ത ക്വസ്റ്റ്യൻ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് അതിൽ നിയമം നിർമ്മിക്കാനുള്ള അവകാശം കേന്ദ്രത്തിനുണ്ട്, സംസ്ഥാനത്തിനുണ്ട്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചൊരു വിഷയത്തിൽ നിയമം നിർമ്മിക്കുകയാണ്. അപ്പോൾ അവിടെ അടിയാകില്ലേ? അപ്പോൾ ഏതാണ് നമ്മൾ അതിൽ സെലക്ട് ചെയ്യുക? ഏതായിരിക്കും? കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും ഒരുമിച്ച് നിലനിൽക്കും? ഒരിക്കലുമില്ല. ഏതെങ്കിലും ഒരു നിയമമേ നിലനിൽക്കുള്ളൂ. 2 നിയമങ്ങളും അസാധുവാക്കും? ഇല്ല. ഉത്തരം കേന്ദ്ര നിയമം മാത്രം സാധുതയുള്ളതാക്കും, അല്ലേ? അപ്പം ഇത് തെറ്റാണ്. അപ്പം ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? കേന്ദ്ര നിയമം മാത്രം സാധുതയുള്ളതാക്കും. അടുത്ത ക്വസ്റ്റ്യൻ. മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓക്കെ, ഭരണഘടനയുടെ 4ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു ആണോ? അല്ല. നമ്മളിപ്പോൾ 4ൽ നമ്മൾ പറഞ്ഞല്ലോ, എന്തായിരുന്നു പറഞ്ഞത്? നിർദ്ദേശക തത്വങ്ങളാണ് 4ാം ഭാഗത്ത് ഉള്ളത്. അപ്പം ഇത് തെറ്റാണ്. നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ച ക്വസ്റ്റ്യനിൽ തന്നെ ഇതിൻ്റെ ഉത്തരം. ഭരണഘടനയുടെ 3ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് ശരിയാണ്, അല്ലേ? പിന്നെ കോടതി നടപടികളിലൂടെ നേടിയെടുക്കാൻ കഴിയും. പറ്റുമോ? ഓക്കെ, അതും ശരിയാണ്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിരിക്കുന്നു ആണോ? അല്ല. എവിടെ നിന്ന് എടുത്തത്? ഇത് തെറ്റാണ്. എവിടെ നിന്ന് എടുത്തത്? US. ഓക്കെ, US അമേരിക്കയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ശരിയായിട്ട് 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ മൗലികാവകാശങ്ങൾ വരുന്ന അനുച്ഛേദം ഏതൊക്കെയാണ്?
12 മുതൽ 35 വരെയാണ് വരുന്നത്. എവിടെ നിന്നാണ്? 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങളിലെ അനുച്ഛേദം വരുന്നത്, ആർട്ടിക്കിൾ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് രൂപം കൊണ്ടത് അല്ലെ. 1946 ക്യാബിനറ്റ് മിഷൻ. ഏത് വർഷമാണ്? 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത്. അപ്പൊ ഈ ഒരു പദ്ധതി പ്രകാരമാണ് രൂപം കൊണ്ടത്. 3 മലയാളി വനിതകൾ പങ്കെടുത്തു, അതും ശരിയാണ്. ആരാണ്? ആകെ 15 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. ആകെ 15 വനിതകളാണ് പങ്കെടുത്തത്. അതിൽ മലയാളികൾ അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ആണോ? അല്ലല്ലോ. ആരാണ് അപ്പം? ഓക്കെ, അപ്പം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അപ്പോൾ ഇതെന്താണ്? ഇത് തെറ്റാണ്. ഓക്കെ, കെ മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു, അത് ശരിയാണ്. ആകെ 7 അംഗങ്ങളിൽ ഒരാളായിരുന്നു കെ മുൻഷി എന്ന് പറയുന്നത്. അപ്പം ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 1, 2, 4. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനാ പദവി നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? ഏതാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. ഏത്? ശരിയായിട്ടുള്ള ഉത്തരം. ഈ ഒരു കമ്മിറ്റി വന്ന് 1988 കേട്ടോ. ഏതാണ് വർഷം? 1988 വന്നത്. എന്തിനു വേണ്ടിയിട്ട്? പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ബൽവന്ത് റായ് കമ്മിറ്റി എന്താണ് കൊണ്ടുവന്നത്? 3 ടയർ സിസ്റ്റം. നിലവിൽ വന്നതോ 1957. ഓക്കെ, സർക്കാരിയ കമ്മീഷൻ ഏത് വർഷമാണ്? 1983. എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാരിയ കമ്മീഷൻ. എന്തിനാണ്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാൻ. അടുത്തത് ഹനുമന്തറാവു കമ്മിറ്റി. എന്താണ്? 1984 ഏത്? ഹനുമന്തറാവു കമ്മിറ്റി വന്നത്. ജില്ലാതല ആസൂത്രണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഹനുമന്തറാവു ഏത് കമ്മിറ്റി ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ്. അപ്പോൾ അതിൽ 3 ഡേറ്റ് നമ്മൾ ആലോചിക്കണം. ഒന്നെന്താ? 1946 ഡിസംബർ 6. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ എന്താണ് രൂപീകരിച്ചു? ഏതാണ്? 1946 ഡിസംബർ 6 എന്ത് രൂപീകരിച്ചത്? ഇത് രൂപീകരിച്ചത്. ഡിസംബർ 9 ഇത് ആദ്യ സമ്മേളനം നടന്നത്. എന്താണ്? ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നത്. അതുകൂടാതെ ഡിസംബർ 11 എന്ത് സംഭവിച്ചു? 1946 ഡിസംബർ 11 രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം പ്രസിഡന്റ് ആക്കി. എന്താക്കി? രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം പ്രസിഡന്റ് ആക്കിയത് 1946 ഡിസംബർ 11. അപ്പോൾ 3 ഡേറ്റ്. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. 1946 ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നു. 1946 ഡിസംബർ 11 രാജേന്ദ്ര പ്രസാദിനെ എന്താക്കി? സ്ഥിരം പ്രസിഡന്റ് ആക്കി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കായിരിക്കും? ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിനാണ് അധികാരമുള്ളത്. അടുത്തത്, നിലവിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര മൗലികാവകാശങ്ങളുണ്ടാകെ? 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? എവിടെ നിന്നാണ്? ഉത്തരം എന്താ വരുന്നത്? റഷ്യ ആണ് വരുന്നത്. സോവിയറ്റ് യൂണിയൻ ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ അയർലൻഡിൽ നിന്ന് കടമെടുത്ത ഏതാണ്? നമ്മൾ നേരത്തെ പഠിച്ച നിർദ്ദേശക തത്വങ്ങൾ. ഏതാണ്? നിർദ്ദേശക തത്വങ്ങളാണ് അയർലൻഡ്. നിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ, ബ്രിട്ടനിൽ നിന്ന് നമുക്ക് ഏക പൗരത്വം. നമുക്ക് ഓരോ ദിവസം ഇനി അടുത്തത് ബാക്കിയുള്ളത് നോക്കാം. ഇതിൽ ഏക പൗരത്വം. ബ്രിട്ടനിൽ നിന്ന് ഏക പൗരത്വം. കാനഡയിൽ നിന്നാണെങ്കിലോ അവശിഷ്ട അധികാരങ്ങൾ.
കേന്ദ്രത്തിന്. ഓക്കെ, കേന്ദ്രത്തിൻ്റെ അവശിഷ്ട അധികാരങ്ങൾ. ഓക്കെ, ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അധികാരങ്ങൾ, അവശിഷ്ട അധികാരങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക. ഒന്നാമത് ഭരണഘടനയുടെ ലക്ഷ്യപ്രമേയം. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അത് കറക്റ്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സർദാർ പട്ടേൽ. ഭരണഘടനാ നിർമ്മാണ സഭ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കിയോ, ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്?